ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടോ ഈ സംഭവിച്ചു പോയതിൽ? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധം ഉണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അവർക്ക് കുറ്റബോധമുണ്ടോ? സൺ കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ സമയത്ത് അവർക്കൊരു മനസ്സിനും അവരുടെ ബുദ്ധിക്കും ഒക്കെ ഒരു തെളിച്ചം വരുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ കുറേ കാലം അവരെന്തെങ്കിലും ഒരു ഇരുളിലായിരുന്നുവെങ്കിൽ, അവർക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്നുവെങ്കിൽ, നമുക്കറിയാമല്ലോ സൂര്യൻ ഉദിക്കുമ്പോഴാണ് വെളിച്ചം വരും. അപ്പോൾ അതുപോലെ അവർക്ക് അവരുടെ മനസ്സിനൊരു വെളിച്ചം വരുന്നു, ഈ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കൽ, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. കുറേ ചോയ്സസ് ഉണ്ടായിരുന്നു, കുറേ പ്രണയം ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവരുടെ മുന്നിലുണ്ടായിരുന്നു, ഇവർക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങളിൽ ഇവർ എൻഗേജ്ഡ് ആയിരുന്നു ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ പ്രലോഭിപ്പിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയമാണ് അവരത്, കാരണം ഈ സമയം തിരിച്ചറിയുന്നത് സൺ കാർഡ് വരുന്നത് കൊണ്ടാണ് അവരുടെ മനസ്സിനൊരു വെളിച്ചം വരുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇരുള് മാറി പ്രകാശം വന്നപ്പോഴാണ് മുന്നിലുണ്ടായിരുന്നതൊക്കെ ഈ എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയത്. കാരണം ഇതിൽ ഒരു ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അവർ വിചാരിച്ച എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ നല്ലതായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഈ സമയം അവർക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയായിരിക്കാം. അതും അവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പം മനുഷ്യനേക്കാളേറെ അല്ലെങ്കിൽ സ്നേഹത്തിനേക്കാളേറെ പൈസയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കണം. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പൈസയ്ക്ക് പുറകെ പോയി എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഒരു 3 ഓഫ് പെൻഡക്കിളും നൈറ്റ് ഓഫ് പെൻഡക്കിളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ കൂടുതലുള്ളിടത്തേക്ക് അവർ പോയിട്ടുണ്ടായിരിക്കണം, പൈസയ്ക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ എവിടെയോ അവർ സ്റ്റക്കായിപ്പോയി. ഇപ്പോഴാണ് അവരത് തിരിച്ചറിയുന്നത്. പൈസയേക്കാളേറെ അവർ ഇപ്പോൾ ഒരു മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എംപററാണ്. അപ്പോൾ ഒരു അധികാരം ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇതൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിൽ പിറകെ പോയിട്ടുണ്ടായിരിക്കണം. പൈസയും പിന്നെ സ്റ്റാറ്റസും ഒക്കെ നോക്കിയിട്ടാണ് പോയതെന്ന് ഇപ്പോൾ അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. അത് ചെയ്തത് ശരിയായില്ല. കാരണം മുന്നിലുണ്ടായിരുന്നതെല്ലാം ആ ഫസ്റ്റ് കാഴ്ചയിലുള്ള കാര്യങ്ങളായിരുന്നില്ല എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ 7 ഓഫ് കപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഇപ്പോഴാണ് കഴിഞ്ഞതെന്നാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം ഒന്നുകിൽ അവരുടെ ഈഗോ ആയിരിക്കാം, പാസ്റ്റിൽ അവർക്കുണ്ടായിരുന്ന ഈഗോ അവരെ അത് കാണാൻ അനുവദിച്ചില്ലായിരിക്കാം. പക്ഷെ ഇപ്പം അവർക്കത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മൂല്യം എന്താണ് എന്നൊക്കെ അവർക്ക് ഈ ഒരു നിമിഷം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ അത് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പം അവർക്ക് തിരിച്ചറിവിന് വേണ്ടിയിട്ട് സംഭവിച്ചതാണ് ഈ സൺ കാർഡ്. അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നതിനകത്ത്.
ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിൽ പൈസയുടെ പിറകെ പോയിട്ട് ആ പൈസ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇതിൽ അവർ 3 ഓഫ് പെൻഡക്കിളും നൈറ്റ് ഓഫ് പെൻഡക്കിളും 5 ഓഫ് പെൻഡക്കിളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ കൂടുതൽ എന്താണോ ഫോക്കസ് ചെയ്തത് ആ ഒരു കാര്യം അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അവർക്ക് അതിൽ വിജയമുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നഷ്ടമായിരിക്കണം അവരെ തിരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. 4 ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റെബിലിറ്റിയാണ്. ഒരു 10 ഓഫ് കപ്സും 4 ഓഫ് വാൺസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഒരു യൂണിയൻ ഉണ്ടാകണം. അപ്പോൾ അവർ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു കാര്യം അവർക്കുണ്ട്. ഇപ്പം റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. അവർ ചെയ്ത കർമ്മമാണ് അവർക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയത്. അവരുടെ ജീവിതത്തിൽ അവർ വിചാരിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് നഷ്ടപ്പെട്ടു പോയത് അവരെ കർമ്മ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ചോയ്സ് ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എന്നവർക്ക് ഇപ്പം അറിയാം. അവർക്കത് തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതിനകത്തും ഒരു 3 ഓഫ് കപ്പും 3 ഓഫ് പെൻഡക്കിളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ വേറെ ചോയ്സസ് ഉണ്ടായിരുന്നു. അവർ ഒരുപാട് സന്തോഷിച്ചിരുന്ന കുറേ ചോയ്സുകളുടെ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ചോയ്സൊക്കെയും ഇവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഈ സമയം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അവർ ശരിക്കും അവർ എൻജോയ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ സമയം അവർ അത് തിരിച്ചറിയുന്നുണ്ട്. അത് സത്യമായിരുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ടാത്ത കാര്യമായിരുന്നു എന്നുള്ളത്. ഡെത്ത് കാർഡാണ് ഇത്. കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ എൻഡാക്കി എന്നുള്ളതാണ്. അവരത് എൻഡാക്കിയപ്പോഴാണ് അവരത് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾ എന്താണ്, അവർക്ക് തിരിച്ചറിവ് വന്നത്. ഈ ഡെത്ത് ആക്കണമെങ്കിൽ അവർക്ക് കുറേ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ചിലപ്പം ഈ ഒരാൾ ഇത് എൻ്റെ ആക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും. അഥവാ എൻ്റെ ആക്കിയില്ലെങ്കിൽ അവർ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരട്ടെ എന്ന് വിചാരിക്കുക. ഏസ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. കുറേ ക്ലാരിറ്റി വന്നിട്ടുണ്ട് അവർക്ക്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കുറേ ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 8 ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഇവര് ഈ ഒരു സമയം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. 9 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. കുറ്റബോധം ശരിക്കും ഉണ്ട് എന്നുള്ളതാണ് ഈ 9 ഓഫ് സോഴ്സ് പറയുന്നത്. അവർ ചെയ്തത് തെറ്റായിപ്പോയി, ശരിയല്ലാത്ത കാര്യമായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യമാണ് ചെയ്തതെന്ന് ഈ സമയം അവർ റിഗ്രറ്റ് ഉണ്ട്. ഒരുപാട് പെയിനാണ്, ഉറക്കമില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ എന്താണെന്ന് ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. കാരണം കുറ്റബോധം ഒരുപാട് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു 9 ഓഫ് സോഴ്സ് പറയുന്നത്. കാരണം ഉറക്കം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അവർക്ക്. അത് ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുമ്പോഴാണ് ആ ഉറക്കമില്ലാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. പേജ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. അവർക്ക് പല കാര്യങ്ങളും ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലുള്ള കുറേ ഒബ്സ്റ്റക്കിൾസ് മാറ്റണം. അപ്പോൾ മാറ്റാൻ അവർക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം അവർ നിങ്ങളുടെ കൂടെ അല്ലാതെ നഷ്ടപ്പെടുത്തിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരണമെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഈ ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത്. 5 ഓഫ് കപ്പാണ്. ശരിക്കും റിഗ്രറ്റ് ഉണ്ട്, നിരാശയുണ്ട്. നഷ്ടപ്പെട്ടു പോയതിൽ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് ഇപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഒരുപാട് വേദനയും ഉണ്ട് എന്നാണ് കാണുന്നത്. നമുക്കിനി ഇതൊന്നൊരു ഗൈഡൻസ് എടുത്ത് നോക്കാം. അവർ എന്തായിരിക്കും അടുത്ത് ചെയ്യാൻ പോണത് എന്ന് നമുക്ക് ഇതൊന്നൊരു കാർഡ് എടുത്ത് നോക്കാം. ഹീലിംഗ് വൂൺസ് ആണ്. ബാഡ്ജർ ആൻഡ് ഗിങ്കോ ആണ്. അപ്പോൾ ഹീലിംഗ് വൂൺസ് ആണ്. അപ്പോൾ ഇതിൽ അവർ വിചാരിക്കുന്നു
നിങ്ങൾക്കുണ്ടാക്കിയ ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങട്ടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അവരുടെ മനസ്സിലും അവർ ഇപ്പോൾ ചിന്തിക്കുമ്പം അവർക്ക് വേദനയാണ്, അവർക്ക് തിരിച്ചറിവുണ്ട്, ഇപ്പം ചെയ്തതെല്ലാം തെറ്റായി പോയി, അപ്പോൾ അവരും വേദനിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു 9 of Swords പറയുന്നത്. ഈ ചെയ്തു പോയ കാര്യങ്ങളിൽ അവരിപ്പോൾ വേദനിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഹീലാകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പം അവർ നിങ്ങളെ വിളിക്കുന്നില്ലായിരിക്കാം, അത് പൂർണ്ണമായി ഹീലാകട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന മുറിവുകൾ, അവർ ആ വ്യക്തി മൂലം നിങ്ങൾക്കുണ്ടായ ഒരു മുറിവും ഉണങ്ങട്ടെ എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അത് ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. സ്പൈഡർ ആൻഡ് പാഷൻ ഫ്ലവർ ആണ്, ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ശരിക്കും അവർ ഈ ഒരു സമയം അവരുടെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ ഒരു സമയം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ആൾക്കാരോ നിങ്ങളോ ചിലപ്പോൾ പാട്ട് പാടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. പക്ഷെ അത് നമ്മൾ സ്പൈഡറിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. സ്പൈഡർ അറിയാലോ, ഒരു വിശ്രമവും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടൂല. സ്പൈഡറിന്റെ ആ വലയുടെ ഒരു പ്രത്യേകത അതാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ അത് പുതിയതുപോലെ ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ആ സ്പൈഡറിന്റെ വല. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, പക്ഷെ ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാക്കാൻ പറ്റും. തിരിച്ചത് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആ സെയിം കാര്യം കൊണ്ട് പറ്റൂല. അപ്പൊ അതുപോലെ അവരത് ചിന്തിക്കുന്നുണ്ട്. ഇത് പണ്ടത്തെ പോലെ ആവുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ ഇതാണ് ഈ ഒരു ഇന്നത്തെ റീഡിങ്. അതായത് അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ തിരിച്ച് അങ്ങനെ ആവൂലേ, പണ്ടത്തെ പോലെ പണ്ട് എന്തായിരുന്നോ ആയിരുന്നത് അതുപോലെ തിരിച്ച് അതുപോലെ ആവൂലേ എന്നൊക്കെ അവർ ആലോചിച്ച് വിഷമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.